നോക്കൂ, എന്താണ് ചോദ്യം? See these pictures. ഈ പടങ്ങളിലേക്ക് നോക്കുക. 3 പടം കാണുന്നുണ്ടല്ലോ. The first picture is that of a triangle cut out from a sheet of paper. അപ്പോ അതിന്റെ മലയാളം ഒന്ന് വായിച്ചേ. ഈ ചിത്രങ്ങൾ ഒരു സെക്കൻഡ്. അപ്പൊ ഈ ഒന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഒരു ചുവന്ന കളറിലുള്ള ഷീറ്റില്ലേ പിള്ളേർ ഇങ്ങനെയൊക്കെ പറ്റിയ ഒറിഗാമിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒറിഗാമി ജാപ്പനീസുകാരുടെ ഈ പേപ്പറിലുള്ള ആർട്ട് അത് ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പർ, ചാർട്ട് പേപ്പർ അല്ല, അല്ലാതെ ഒറിഗാമി ചെയ്യാനുള്ള പേപ്പർ മേടിക്കും. അത് ചാർട്ട് പേപ്പർ എന്ന് വിചാരിക്കും. ഒരു റെഡ് കളറിലെ ചാർട്ട് പേപ്പർ എന്ത് കളറിൽ വെട്ടിവെച്ചിരിക്കുന്നു? ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, ഒരു ത്രികോണത്തിന്റെ ആകൃതിയിൽ വെട്ടിവെച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നു. ഡൗട്ട് ആർക്കെങ്കിലും ഇല്ല? സെക്കൻഡ് സെന്റൻസ് നോക്കിക്കേ. ദ സെക്കൻഡ് വൺ ഷോസ് ഇറ്റ് വിത്ത് ദ സ്മോൾ ട്രയാങ്കിൾ ഇൻ ദ മിഡിൽ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് കട്ട് ഔട്ട് ഫ്രം ദ ലാർജ് ട്രയാങ്കിൾ. അപ്പൊ ഒന്ന് വായിച്ചേ. അതിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ടുന്ന നടുവിലെ ചെറിയ ത്രികോണം വെട്ടി മാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. അപ്പൊ ഇനി രണ്ടാമത്തെ പടത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒന്നാമത്തെ ട്രയാങ്കിളിലെ 3 സൈഡുകളുടെയും 3 വശങ്ങളുടെയും മിഡ് പോയിന്റുകളെ, മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് അതിനകത്തൊരു ട്രയാങ്കിൾ, ത്രികോണം വരയ്ക്കണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. അതെന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഇവിടെ വൈറ്റും ബാക്കി 3 നമ്മൾ എന്തടിച്ചു വെച്ചേക്കുന്നത്? കളർ. അതായത് ഇവിടുത്തെ ചുമല കളർ ഇവിടെ 3 അതുപോലുണ്ട്. ഇതെന്താണ്? വെട്ടിക്കളഞ്ഞു. അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് സംഘം. ഓക്കെ. ഇനി അടുത്തത് വായിച്ചാട്ടെ. അടുത്ത പടത്തില് വായിച്ചോ. ദ തേർഡ് പിക്ചർ ഷോസ് such middle pieces cut from each of the small triangles in the second picture. നോക്കാം. ഈ രണ്ടാമത്തെ പിക്ചർ നോക്കുമ്പോ 1, 2, 3 ട്രയാങ്കിൾ ഇല്ലേ? ആ 3 ട്രയാങ്കിളുകളുടെയും സൈഡുകളുടെ വശങ്ങളുടെ മിഡ് പോയിന്റുകൾ, മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് വീണ്ടും 1, 2, 3 ട്രയാങ്കിളൂടെ വരച്ച് അതെന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. റേഡി എവിടെ കിട്ടിയോ? ഇങ്ങനെയാണ് ഒന്നാമത്തെ ഫിഗർ, രണ്ടാമത്തെ ഫിഗർ, മൂന്നാമത്തെ ഫിഗർ. സംശയത്തിലുണ്ടോ? ഇല്ല. സംശയത്തിലുണ്ടോ? ഇല്ല. ഇനി എന്താ ചോദ്യം? 1. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഈസ് ദി ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ? ഇതർത്ഥം. അപ്പൊ ഒന്ന് വായിച്ചാൽ മലയാളം. രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിന്റെ ചിത്രത്തിലെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? ഒന്നാമത്തേതിന്റെ ഏരിയയുടെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ് രണ്ടാമത്തേതിലെ പരപ്പളവ്? അത് ഉദ്ദേശിക്കുന്നത് ഈ നടുക്കലത്തെ വെട്ടിക്കളഞ്ഞു, അതില്ല. ബാക്കി 3 പേരുടെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയയുടെ എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണ്. ഓക്കെ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വായിച്ച ഇംഗ്ലീഷ്. വാട്ട് അബൌട്ട് ഇൻ ദ തേർഡ് പിക്ചർ? അർത്ഥം, മൂന്നാമത്തെ പടത്തിലോട്ട് വരുമ്പോ ഒന്നാമത്തേതിലെ ഏരിയയുടെ പരപ്പളവിന്റെ എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണ് മൂന്നാമത്തേത്? അതിന് എവിടെ കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ നോക്കി. ഈ വലിയ ട്രയാങ്കിളിന്റെ, വലിയ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ 3 സൈഡുകളുടെ മധ്യബിന്ദുക്കളെ, മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തേതിലെ ഈ നടുക്ക് കാണുന്ന ട്രയാങ്കിൾ വരച്ചേക്കുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്തു? നമ്മൾ വെട്ടിക്കളഞ്ഞു. എന്ത് ചെയ്തു? അപ്പൊ ഇവിടെ കാണുന്ന ഇവരുടെ ഓരോരുത്തരുടെയും ഏരിയ എന്ന് പറയുന്നത്, പരപ്പളവെന്ന് പറയുന്നത് ആദ്യത്തേതിന്റെ എത്ര ആയിരിക്കും? 1/4 ആയിരിക്കും. അങ്ങനെ കളർ ചെയ്തിടത്ത് എത്ര 1/4 ഉണ്ട്? 3 1/4. 1/4 പ്ലസ് 1/4 പ്ലസ് 1/4. ആൻസർ 3/4. അപ്പൊ ഒന്നാമത്തേതിന്റെ ഏരിയയുടെ 3/4 ആയിരിക്കും
ആയിരിക്കും രണ്ടാമത്തെ ഫിഗറിലുള്ള കളറുള്ള ഭാഗത്തിന്റെ ഏരിയ. എന്നുവെച്ചാൽ ഒന്നാമത്തേതിന്റെ മുക്കാൽ ഏരിയയുണ്ട് ആർക്ക്? രണ്ടാമത്തെ. അപ്പൊ ഒരു കാലം എവിടെ പോയി? അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരവായില്ലേ? ഏത് ചോദ്യത്തിന്റെ? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇനി അപ്പുറത്തെടുത്താട്ടെ. ഇനി അടുത്ത വായിച്ചാട്ടെ. ദാറ്റ് ഈസ് each small triangle in the third figure is 1/4 of the first triangle. അല്ല, മനസ്സിലായോ? ഇല്ല. ഇതാണ് 1/4 of 1/4 എന്ന് പറഞ്ഞാൽ 1/4 ഓഫിന് പകരം ഇൻഡു ഇടണം. 1/4 ആൻസർ. അതായത് ഒന്നാമത്തെ പടത്തിൽ ഉണ്ടായിരുന്ന ട്രയാങ്കിളിനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 16 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എത്ര ഡിവൈഡ് ചെയ്യണം? അതിലെ ഒരു പാർട്ടായിരിക്കും ഇവിടുത്തെ ഓരോ ചെറിയ ട്രയാങ്കിളിന്റെയും പരപ്പളം. ഈ 1/4 ഇവിടുന്ന് മനസ്സിലായോ? ഇല്ല. ആദ്യത്തേതിനെ 4 ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് പാർട്ടീഷൻ ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ഒരാളെ കിട്ടിയത്, അല്ലേ? അതാണ് 1/4. ഈ രണ്ടാമത്തെ 1/4 ഇവിടുന്ന് വന്നു. ആ ഒരെണ്ണത്തിനെ നമ്മൾ വീണ്ടും നോക്കിക്കേ. അങ്ങനെ കിട്ടിയ ഒരു ട്രയാങ്കിൾ അല്ലേ രണ്ട് മുകളിൽ കാണുന്നത്, അല്ലേ? ആണോ? അത് വീണ്ടും 1, 2, 3, 4 വീതം വെച്ച് വെച്ചേക്കല്ലേ. അപ്പൊ 1/4 വീണ്ടും എന്താക്കി? 1/4 ആക്കി. അപ്പൊ അതിലൊരെണ്ണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ഓഫ് 1/4. ആൻസർ 1/6. അങ്ങനെ എത്ര 1/6 എണ്ണി നോക്കി പറഞ്ഞു? 1, 2, 3, 4, 5, 6, 7, 8, 9 1/16 ഉണ്ട്. അപ്പൊ പറയുവാണെങ്കിൽ 1/16 എന്ന് എത്ര പ്രാവശ്യം എഴുതി കൂട്ടണം? 9 പ്രാവശ്യം. അതിനെന്തെങ്കിലും എളുപ്പമാണ് കൊണ്ടു 1/16 ഇൻറ്റു 9. ഇത് വെട്ടി വല്ലതും എഴുതാൻ പറ്റുമോ? വെട്ടി ഇല്ല. അപ്പൊ ആൻസർ 9/16 പാർട്ട്. ഒന്നാമത് കിടക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/16 പാർട്ടായിരിക്കും മൂന്നാമത്തെ ഫിഗറിലുള്ള ഓരോ ചെറിയ ട്രയാങ്കിളിന്റെയും കാര്യം പിടി കിട്ടിയോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണോ സ്കൂൾ പഠിപ്പിച്ചത്? അല്ല, പഠിപ്പിച്ചവരെ മിണ്ടുന്നില്ല. ആണെന്നോ അല്ലെന്നോ? ആണ്. ശരി, ഓൾ സ്റ്റാൻഡപ്പ്. അപ്പോ കണക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പോ സ്കൂളിൽ ചാപ്റ്റർ ആയോ? പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. ഓക്കെ.